നമസ്കാരം. 2026 രണ്ടാമത്തെ ഞായറാഴ്ചയുടെ ആദ്യ മണിക്കൂറുകൾ ഒരു സുപ്രധാന കസ്റ്റഡിയുടെ കൂടി മണിക്കൂറുകളായിരുന്നു. ആരുടെ കസ്റ്റഡി എന്നുള്ള ചോദ്യമുണ്ട്. ആ കസ്റ്റഡി ഉണ്ടായത് പാലക്കാട് നിന്നാണ്. കസ്റ്റഡിയിലായത് ഒരു MLA ആണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എന്തിന് 21 വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന, ഹൈക്കോടതിയുടെ പരിഗണനയിൽ ജാമ്യാപേക്ഷയടക്കമിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 1-ാം ബലാത്സംഗ പരാതിയിലോ അല്ല, തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ച 2-ാം ബലാത്സംഗ പരാതിയിലോ അതുമല്ല, 3-ാമതൊരു പരാതി ഉയർന്നു വന്നിരിക്കുന്നു. ആ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ആ പരാതി ലഭിച്ചത് ഇമെയിൽ വഴിയാണ്. ഇമെയിൽ വഴി ലഭിച്ച പരാതി പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSPക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് ഏറെ നാളത്തെ, അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയോളം വന്ന ഗൂഢമായ നീക്കങ്ങളിലൂടെ, പഴുതടച്ച നിരീക്ഷണത്തിലൂടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് നിന്ന് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്നാൽ ഇപ്പോൾ രാഹുൽ എവിടെയുണ്ട്? പാലക്കാട് നിന്ന് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട AR ക്യാമ്പിലാണ്. അവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കവച്ച കേസിൻ്റെ കൂടുതൽ നടപടികളുടെ വിശദാംശങ്ങളിലേക്ക് ഈ വാരാന്ത്യം കടക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യാനിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ 3-ാം ബലാത്സംഗ പരാതിയിലെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളിലേക്ക് കൂടിയാണ്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിൽ. കസ്റ്റഡിയിലെടുത്തത് പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്ന്. പ്രത്യേക സംഘത്തിന്റെ നടപടി. പുതിയ പരാതിയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയെന്നും പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ സാമ്പത്തികമായി ചൂഷണം നടത്തിയെന്നും പരാതിയിൽ യുവതി. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നാടകീയമായി. പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് അർദ്ധരാത്രി 12:30 പോലീസ് സംഘം മുറിയിലെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കെന്ന് ഉറപ്പാക്കിയ ശേഷം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചു. മാങ്കൂട്ടത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന്. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചയോടെ. പിന്നാലെ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളും. മകരവിളക്കിനൊരുങ്ങി ശബരിമല. തിരുവാഭരണ ഘോഷയാത്ര നാളെ പുറപ്പെടും.